ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് സുധീഷിനോട് പറയുന്നു, ഒരു പണി ഏൽപ്പിക്കുകയാണെന്ന് തോന്നരുത്, സ്വന്തം കാര്യം പോലെ കണ്ടാ മതി. വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാ, ഒന്ന് പോയിട്ട് വരാമോ? അല്ല, ആദ്യം പോൾന്ന് സുധീഷ് പറയുമ്പോൾ അരുൺ പറയുകയാണ്, സുധീഷ് ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഈ കാലം വെച്ച് ഇന്ന് എനിക്ക് പറ്റാത്തത് കൊണ്ടാ, പ്ലീസ് ഒന്ന് പോയിട്ട് വാ സുധീഷ് എന്ന് രാജീവ് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവര് ശരിക്കും പറയുന്നതാണോ അതോ ഇവര് പ്ലാൻ ചെയ്യുന്നതാണോ? ഇവരെ വിശ്വസിക്കണോ വേണ്ടയോ? എന്ത് സുധീഷ് ആലോചിക്കുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷെ അച്ഛൻ ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ, പോയിട്ട് വാ. അച്ഛൻ ഇത്രയും താഴേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്നതല്ലേ, പോയിട്ട് വാ. അച്ഛൻ ഇങ്ങനെയൊന്നും ആരോടും ചോദിച്ചിട്ടേ ഇല്ല, അച്ഛൻ ഇത്രയൊക്കെ വിശ്വസിക്കുന്നത് തന്നെ വലിയ കാര്യമാ, പോയിട്ട് വാ സുധീഷെ പ്ലീസ്. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അച്ഛാ സുധീഷ് എന്നെ പോയിട്ട് വരും. അപ്പൊ രാജീവ് പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് സുധീഷെ, ഞാൻ ഇപ്പൊ വരാമേ. അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയാണ് അരുണും ഹേമയും. തുടർന്ന് ഒരു ബാഗും എടുത്ത് അവിടേക്ക് വന്ന രാജീവ് കുറച്ച് പണവും സ്വർണവും എല്ലാം ടേബിളിലേക്ക് വെക്കുകയാണ്. അത് കണ്ട് അവര് ഞെട്ടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അച്ഛ എന്താ അച്ഛ ഇത്, ഇത്രയും പണവും സ്വർണവും ഒക്കെ ഉണ്ടല്ലോ? അപ്പോൾ രാജീവ് പറയുകയാണ്, അതുകൊണ്ടാ മോളെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാൻ ഭയന്നത്. ഇതെല്ലാം ബിസിനസ്സിൽ നിന്ന് വന്ന പണമാണ്, ബാങ്ക് വഴി മാറ്റിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതാ ക്യാഷ് ആയിട്ടും ഗോൾഡ് ആയിട്ടും കൈമാറ്റുന്നത്. ഇതെല്ലാം ഇന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കണം, ഇതെല്ലാം വീട്ടിൽ വെക്കുന്നത് വലിയ റിസ്കാ. അങ്ങനെ അതെല്ലാം ബാഗിലാക്കി ദ സുധീഷ് എന്ന് പറഞ്ഞ രാജീവ് നീട്ടുമ്പോൾ സുധീഷ് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, എന്താ ആലോചിക്കുന്ന സുധീഷെ, വാങ്ങിക്ക്. സുധീഷ് ടെൻഷനോട് കൂടി നിധിയെ നോക്കുമ്പോൾ രാജീവ് പറയുന്നു, ഇത്രയും പണവും സ്വർണവും കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ടെൻഷൻ ആകണ്ട, കാറിൽ ഇതുണ്ടെന്നുള്ള കാര്യമേ മറന്നേര്. സുധീഷ് ക്യാഷിലായി വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി. കൂടുതലും ഹൈവേയിലാണ് ട്രാവൽ ചെയ്യുന്നത്, പോലീസുകാരും തടഞ്ഞു നിർത്തില്ല. ഇവിടുന്ന് സുധീഷ് വണ്ടി എടുത്താൽ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നേരെ ചെല്ലുക. വാങ്ങിക്ക് സുധീഷ്. നിധി ഒന്ന് നോക്കിയിട്ട് മടിയോടുകൂടി സുധീഷ് അത് വാങ്ങുമ്പോൾ രാജീവ് പറയുകയാണ്, ഭാഗ്യം കൊണ്ടാ സുധീഷ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? സുധീഷ് സംശയത്തോടുകൂടി അരുണിന്റെ കാലിലേക്ക് നോക്കുമ്പോൾ വേദന സഹിക്കാനാകാതെ ഇരിക്കുകയാണ് അരുൺ. രാജീവ് ചോദിക്കുന്നു, എന്താടാ വേദനയുണ്ടോ? അതെ അച്ഛാ, നല്ല വേദനയുണ്ടെന്ന് അരുൺ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, നീ വലിയ ഡോക്ടർ അല്ലേ, തനിയെ മാറുമെന്ന് ഇവൻ തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. സുധീഷ് പറഞ്ഞതുപോലെ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ടെൻഷനോടുകൂടി സാന്ദ്ര പറയുന്നു, അതെ ഹോസ്പിറ്റലിൽ പോയി എന്താ ഏതാന്ന് നോക്കാം, എനിക്ക് നല്ല പേടിയുണ്ട്. ഇത് കേട്ട് അരുൺ പറയുകയാണ്, ശരി അച്ഛാ, ആദ്യം സുധീഷ് പോട്ടെ, പാവം സുധീഷിന് ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അത് ശരിയാ സുധീഷ്, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. അങ്ങനെ സുധീഷിന്റെ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് രാജീവ്. ഫോണിൽ നോക്കി സുധീഷ് പറയുന്നു, ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രാജീവ് പറയുന്നു, എന്റെ മരുമകനാ വരുന്നതെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം, ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് രാജീവ് അകത്തേക്ക് പോവുകയാണ്. നിധി പതിയെ ചോദിക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ സുധീഷ്? ആ ഓക്കെ ആണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തു പറ്റി മുഖത്ത്? അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, എന്താ മുഖം നന്നായി കഴുകാതെ സോപ്പ് വല്ലതും ഉണ്ടോ? അപ്പോൾ നിധി പറയുകയാണ്, അതല്ല, ഒരിക്കലും കാണാത്തതുപോലെ ഒരു ഭയം കാണുന്നുണ്ട് മുഖത്ത്. സുധീഷ് ചോദിക്കുന്നു, ഹലോ, ആരോടാ ഭയം ഉണ്ടെന്ന് പറയുന്നത്? എനിക്ക് ഭയമൊന്നുമില്ല. നിധി ചോദിക്കുന്നു, അങ്ങനെയാണോ? കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധിക്ക് വെയിറ്റ് എത്രയുണ്ട്? 48 എന്ന് നിധി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, ആരോടെ പറയുന്നത്? 55 കിലോ ഇല്ലേ? അപ്പോൾ നിധി പറയുന്നു, ഇല്ലില്ല 52. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അപ്പൊ 4 കിലോ കുറച്ചാ പറഞ്ഞത്, ഇപ്പൊ എന്തിനാ വെയിറ്റ് ഒക്കെ ചോദിക്കുന്നത്? നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല 52 കിലോ ഉള്ള നിധിയെ സുരക്ഷിതമായി ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചതല്ലേ, അതിന്റെ ഇടയിൽ റണ്ണിങ്ങും ചേസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ മുന്നില് ഇതൊന്നും ഒന്നുമല്ല. ഓ അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ. അവിടേക്ക് വന്ന രാജീവ് പറയുന്നു, സുധീഷ് 2 മണിക്കൂറിനുള്ളിൽ സുധീഷ് അവിടെ എത്തുമെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതാ കാറിന്റെ കീ, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണേ. ശരി, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് നിധിയും രാജീവും ഹേമയും. സുധീഷ് കാറിലേക്ക് കയറുമ്പോൾ ടെൻഷനോടുകൂടി നിധി പറയുന്നു, സുധീഷ് സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി, പോയിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ടെൻഷനോടുകൂടി സുധീഷ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. രാജീവും ഹേമയും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുന്നു. തുടർന്ന് സൈറ്റിൽ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുഭാഷ്. അവിനാശ് വാ ഭക്ഷണം കഴിക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ അവിനാശ് പറയുന്നു, ഭയ്യ ചാന്ദിനി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, എന്തിനാ അവിനാശെ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുന്നത്? ഇത്രയും ദൂരം ഭക്ഷണം എടുത്തോണ്ട് ആ കുട്ടി വരണോ? അപ്പോൾ അവിനാശ് പറയുകയാണ്, ഞാൻ പറഞ്ഞ കേക്കില്ല അവള്, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഞാൻ ഭക്ഷണവുമായിട്ട് വരാന്ന് പറഞ്ഞു. സുഭാഷ് ചോദിക്കുന്നു, എന്താ അവിനാശ് ഇത്, പുതിയ സ്ഥലമല്ലേ, വഴി അറിയാതെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിനാശ് പറയുകയാണ്, ഭയ്യ ചാന്ദിനിക്ക് ഇപ്പൊ എല്ലാ സ്ഥലവും നന്നായിട്ട് അറിയാം. സുഭാഷ് പറയുന്നു, ഫോൺ വിളിച്ച് വേണ്ടാന്ന് പറ, നമുക്ക് ഒരുമിച്ച് ഇത് കഴിക്കാം. ഈ സമയം ഭക്ഷണവുമായി എവിടേക്ക് വരികയാണ് ചാന്ദിനി. അവിനാശ് പറയുന്നു, ദേ വന്നു. ചാന്ദിനി അവിടേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ ചാന്ദിനി ഭക്ഷണമായിട്ട് വരുന്നത്? ചാന്ദിനി മനസ്സിലാകാത്തതുപോലെ ഇരിക്കുമ്പോൾ അവിനാശ് ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചാന്ദിനി പറയുന്നു, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞങ്ങളുടെ നാട്ടില് ഇതിലും വെയില, ഇവിടെ വെയിൽ കുറവാ. അങ്ങനെ ചാന്ദിനി ഭക്ഷണം എല്ലാം എടുത്തു വെക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അവിനാശെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ചാന്ദിനി സുഭാഷിന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് വേണ്ട ചാന്ദിനി. അപ്പോൾ ചാന്ദിനി പറയുകയാണ്, ഞാനിത് ഭയ്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പോൾ സുഭാഷ് പറയുന്നു, ചാന്ദിനി ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുവന്നത് ചാന്ദിനി കഴിക്കുക. അങ്ങനെ അവർ ഭക്ഷണം അങ്ങോട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. അത് കഴിച്ചു നോക്കിയിട്ട് ചാന്ദിനി പറയുന്നു ബഹുത് അച്ചാ ഹെ. അപ്പോൾ സുഭാഷ് പറയുകയാണ് മേരെ വീട്ടില് മേ കുക്കിംഗ് എല്ലാം എല്ലാം ബഹുത് അച്ചാ ഹെ എന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ഇതുകൂടി അച്ഛാ, ചപ്പാത്തി റൈസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ചാന്ദിനി പറയുകയാണ് ബയ്യായ്ക്ക് ചാവൽ വേണം, മുജെ ചപ്പാത്തി വേണം, അത് രണ്ടും ഉണ്ടാക്കിയത്. അങ്ങനെ ചാന്ദിനി ചെറിയ രീതിയിൽ മലയാളവും ഹിന്ദിയും കലർന്ന് സംസാരിക്കുകയാണ്. ശേഷം സുഭാഷും ചാന്ദിനിയും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നു. പുഞ്ചിരിച്ച് അവരോട് സംസാരിച്ച് അവരെ ശ്രദ്ധിക്കുകയാണ് അവിനാശ്. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു ചോദിക്കുന്നു എന്താ അവസാനത്തെ റിംഗിൽ എടുക്കുന്നത്? ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ് സാറിന് ഒരുപാട് ജോലിയുണ്ടോ? അപ്പൊ ഹരീഷ് പറയുന്നു അങ്ങനെയൊന്നുമല്ല, എപ്പോഴത്തേം പോലെയാ. കഴിച്ചുവെന്ന് നീതു ചോദിക്കുമ്പോൾ കഴിച്ചെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ് ഞാൻ കഴിച്ചുവെന്ന് തിരിച്ചു ചോദിക്കില്ലേ? നീ ഇതുവരെ കഴിച്ചില്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുന്നു ഞാൻ കഴിച്ചു. പിന്നെന്താണെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് ഈ സമയത്ത് നീ കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ലേ, എന്നാലും ഞാനത് ചോദിച്ചില്ലേ, അതാണ് കെയർ. ഓ ശരി എന്ന് പറഞ്ഞ് ഹരീഷ് സന്തോഷത്തോടു കൂടി നീതുവുമായി സംസാരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ടിറ്റോയും ചന്തുവും ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ്. എന്തെങ്കിലും പറയാന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ് ഞാൻ തന്നെയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഇനി ഹരീഷ് സംസാരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഫോൺ വെക്കും. അപ്പോൾ ഹരീഷ് പറയുന്നു ഏയ് വെക്കരുത്, നീതു കഴിച്ചോ? അപ്പൊ നീതു പറയുകയാണ് ഇപ്പോഴല്ലേ അത് ചോദിച്ചത്. ഇത് കേട്ടൊന്ന് ആലോചിച്ച ഹരീഷ് പറയുകയാണ് ഞാൻ ചോദിച്ചായിരുന്നല്ലേ രാത്രി എന്താ ഭക്ഷണം? ചപ്പാത്തിയാണെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ഞാനിപ്പോ ചോദിച്ചില്ലേ, ഇനി നീ എന്തെങ്കിലും ചോദിക്കുക. ഇത് കേട്ട് നീതു ചിരിക്കുമ്പോൾ ഹരീഷ് ടിറ്റോയെയും ചന്തുവിനെയും ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയുന്നു എന്താണ് നോക്കി നിൽക്കുന്നത്, പോടാ. ഈ ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന പറഞ്ഞ് ചായ എവിടെ വെച്ചിട്ട് അവരവിടെ ഒന്ന് പോകുന്നു. നീതുവും ഹരീഷും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ഓർക്കുകയാണ് രാജീവ് തന്നെ വെല്ലുവിളിച്ചത് 7 ദിവസത്തിനുള്ളിൽ നിധി തന്റെ മകളായി സുധീഷിനെ വേണ്ടാന്ന് വെച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ മറ്റാരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണവും സ്വർണവും സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തത്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ് നിധിയുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അയാൾ. എന്നിട്ട് പിന്നെന്താ എന്നെ വിശ്വസിച്ച് ഇതെല്ലാം തന്നുവിട്ടത്? ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഒരു സൈഡിൽ കൂടെ ചിന്തിക്കുമ്പോൾ ഇവരെന്തോ വലിയ നാടകം കളിക്കുകയാണെന്ന് തോന്നുന്നു. മറ്റൊരു ഭാഗത്തോടെ ചിന്തിക്കുമ്പോൾ പാവം അവർക്ക് ഹെൽപ്പ് ആവശ്യമാണെന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ് ഞാൻ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നത്? നിധിയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു, അത് നന്നായി ചെയ്തു തീർക്കാം. നന്നായി ചെയ്താൽ ആപത്തിൽ സഹായിച്ചതിന് നല്ല പേര് കിട്ടും. പിന്നെ നിധി എന്നെ കാണുന്നത് പ്രണയത്തോടു കൂടി ആയിരിക്കും. സുധീഷ് നടക്കുന്നതെല്ലാം നിനക്ക് അനുകൂലമായിട്ടാ. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതായും ഒരാൾ പാടുപെട്ട് എഴുന്നേറ്റ് കൈ കാണിക്കുന്നതായും. സുധീഷ് മനസ്സിൽ പറയുന്നു ആരാ അത്? കൈ കാണിക്കുന്നുണ്ടല്ലോ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ സുധീഷ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ച അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. കുറച്ച് ഗുണ്ടകൾ മറിഞ്ഞു നിന്ന് സുധീഷിനെ നോക്കുന്നുണ്ട്. വീണ് കിടക്കുന്ന ആ ചേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്കൂട്ടറൊക്കെ നേരെ വെച്ച് കൊടുക്കുകയാണ് സുധീഷ്. ഈ സമയം അവിടെ കൂടി വന്ന ഗുണ്ടകൾ സുധീഷിനെ ബലമായി പിടിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ പിടിക്കുന്നത്? വീടടാ. രണ്ടുപേർ കാറിൽ നിന്നും ബാഗ് എടുത്ത് നോക്കുകയാണ്. പണം ഉണ്ടെന്ന് പണം കാണിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ സുധീഷ് പറയുന്നു ആ ബാഗ് തൊട്ടാൽ കൊല്ലും ഞാൻ, ആ ബാഗ് വണ്ടി വെക്കടാ. ആക്സിഡന്റ് പറ്റിയതുപോലെ അഭിനയിച്ചു കാണുന്ന ആൾ സ്കൂട്ടറിൽ അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ പണമുള്ള ബാഗുമായി മറ്റൊരാൾ ആ സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കയറുകയാണ്. അവർ സ്കൂട്ടറിൽ അവിടെ നിന്ന് പോകുമ്പോൾ നിക്കട അവിടെ എന്ന് പറഞ്ഞ് സുധീഷ് അവരുടെ പിന്നാലെ പോകുകയാണ്. ഓടിച്ചെന്ന് സുധീഷിനെ പിടിച്ച ഗുണ്ടകൾ ബലമായി സുധീഷിനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. സുധീഷ് വന്ന വണ്ടിയിൽ തന്നെ അവർ സുധീഷിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. തുടർന്ന് നിധി നിഹാരികയുടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ദ്ര ടെൻഷനോടുകൂടി ഇരിക്കുന്നു. ഹേമ അടുക്കളയിൽ ജോലികൾ ചെയ്യുകയാണ്. സാന്ദ്രയെ ശ്രദ്ധിക്കുന്ന നിധി ചോദിക്കുന്നു എന്തു പറ്റി ഏട്ടത്തി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്? അപ്പോൾ സാന്ദ്ര പറയുകയാണ് നിധി ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നു, നിന്റെ ഏട്ടൻ എന്നോട് വരണ്ടാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലെ കാര്യം അറിയാതെ എനിക്കൊരു ടെൻഷൻ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹേമ പറയുന്നു സാന്ദ്രെ അരുൺ ഒരു കുഴപ്പമില്ല, നീ വെറുതെ പേടിക്കാതെ. അപ്പോൾ നിധി പറയുന്നു ഏട്ടത്തി ഏട്ടൻ ഒരു കുഴപ്പവും കാണില്ല. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് രാജീവും അരുണും. അരുണിനെ താങ്ങി പിടിച്ച് രാജീവ് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സാന്ദ്ര ഓടിച്ചെന്ന് അരുണിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഹേമ ചോദിക്കുന്നു രാജീവേട്ടാ എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? രാജീവ് പറയുന്നു സ്കാൻ ചെയ്ത് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാകും. ഇപ്പൊ വേദന ഉണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് ഇല്ല സാന്ദ്ര ഇപ്പൊ വേദനയില്ല, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് വേണ്ട. ഹേമ പറയുകയാണ് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഇതിട്ട് രാജീവ് പറയുകയാണ് അതെ അതെ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ, നമുക്ക് കഴിക്കാം. ശരി എന്ന് പറഞ്ഞ് ഹേമ അകത്തേക്ക് പോകുമ്പോൾ വാനും പറഞ്ഞ എല്ലാവരെയും കൂട്ടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് പോവുകയാണ് രാജീവ്. തുടർന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ രാജീവ് മീനിന്റെ മുള്ളു മാറ്റി നിധിക്ക് എടുത്തു കൊടുക്കുകയാണ്. എനിക്ക് മതി വെച്ചാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ് ചെറു പ്രായത്തിൽ തൊട്ട് നിനക്ക് മുള്ളു മാറ്റി കഴിക്കാൻ അറിയില്ല, അച്ഛനല്ലേ എടുത്തു തരുന്നത്, കഴിക്കുമോളെ. അപ്പൊ ഹേമ പറയുകയാണ് അരുണെ കണ്ടില്ലേ കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്നത് പോലെ മീൻ മുള്ളെല്ലാം മാറ്റിയിട്ട് കൊടുക്കുന്നു. അപ്പൊ രാജീവ് പറയുകയാണ് എന്റെ മോളെ എനിക്ക് എപ്പോഴും കുഞ്ഞാ, നീ കഴിക്കുമോളെ. അരുൺ
പറയുകയാണ് കാലിന് വേദനയായിട്ട് ഇരിക്കുന്നത് എനിക്ക്, സ്നേഹവും പരിചരണവും മൊത്തം നിനക്കോ? അപ്പൊ നിധി പറയുകയാണ് അരുണേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഏട്ടത്തി ഉണ്ടല്ലോ, പിന്നെന്താ? ചിരിച്ചുകൊണ്ട് അരുൺ പറയുകയാണ് നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ രാജീവ് ചോദിക്കുന്നു മോളെ നിധി സുധീഷ് വിളിച്ചായിരുന്നോ? അപ്പൊ നിധി പറയുകയാണ് ഇല്ല ചാ, ഇതുവരെ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. രാജീവ് പറയുന്നു വേണ്ട വേണ്ട, ഇപ്പൊ സുധീഷ് അതെല്ലാം അവിടെ എത്തിച്ചിട്ട് തിരിച്ചു വരികയായിരിക്കും, ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, സുധീഷ് എന്നെ വിളിക്കട്ടെ. ഇത് കേട്ട് നിധി ഭക്ഷണം കഴിക്കുമ്പോൾ മുള്ളു തൊണ്ടയ്ക്ക് പോവുകയാണ്. എന്ത് പറ്റിയെന്ന് ഹേമ ചോദിക്കുമ്പോൾ നിധി പറയുന്നു മുള്ളു തൊണ്ടയ്ക്ക് പോയെന്ന് തോന്നുന്നു. അപ്പൊ രാജീവ് പറയുകയാണ് മുള്ളു ഞാൻ മാറ്റി തന്നതല്ലേ? അവൾ നിധി പറയുകയാണ് അതല്ല ചാ, ഇത് എനിക്ക് വെച്ച മീനായിരുന്നു. അങ്ങനെ നിധി വെള്ളം കുടിക്കാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു വെള്ളം കുടിക്കണ്ട. അങ്ങനെ രാജീവ് പച്ചച്ചോറ് നിധിക്ക് വാരി കൊടുക്കുകയാണ്. അത് ചവച്ചേർക്കണ്ട വിഴുങ്ങാനായി രാജീവ് പറയുമ്പോൾ നിധി അതുപോലെ ചെയ്യുന്നു. ശേഷം രാജീവ് ചോദിക്കുകയാണ് ഇപ്പൊ ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ മോളെ, ഞാനാ തെറ്റ് ചെയ്തത്, മോടെ പ്ലേറ്റിലിരിക്കുന്ന മീൻ ഞാൻ ശ്രദ്ധിച്ചില്ല, അതിന്റെ മുള്ളും ഞാൻ തന്നെ മാറ്റി തരാം. അങ്ങനെ മീന്റെ മുള്ളു മാറ്റി നിധിക്ക് വാരി കൊടുക്കുകയാണ് രാജീവ്. നിധി കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി രാജീവിനെ നോക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. കണ്ണു നിറഞ്ഞ നിധി ഒന്ന് നോക്കിയിട്ട് രാജീവ് കണ്ണീര് തുടയ്ക്കുമ്പോൾ നിധി ചോദിക്കുന്നു അച്ഛാ എന്തു പറ്റിയച്ചാ? അപ്പൊ രാജീവ് പറയുകയാണ് മോളെ നിധി അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെ കൂടെ മോള് വരില്ലാന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഹേമ പറയുന്നു ഇങ്ങനെയാ നിധി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം ഓർമ്മ വന്നെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കാണാം. എന്തെങ്കിലും ചെയ്ത് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് മാത്രം രാജീവേട്ടന്റെ മനസ്സിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റണമെന്നുണ്ട് എനിക്ക്. അപ്പൊ രാജീവ് പറയുകയാണ് അച്ഛനെ വിട്ടിട്ട് മോള് പോകുന്നത് ഒരിക്കലും വിചാരിച്ചില്ല മോളെ, ഇതുവരെ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദിവസവും അത് തന്നെ ഓർത്ത് ഉറങ്ങാതെ കിടക്കും ഒരുപാട് നേരം. സോറി അച്ഛാ നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ് ശരി മോളെ, അതൊന്നുമില്ല, എത്ര മറക്കണമെന്ന് വിചാരിച്ചാലും അത് മറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഹേമ പറയുകയാണ് ദിവസവും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അരുൺ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതുപോലെ അപമാനം സഹിച്ചില്ലേ, പോലീസ് സ്റ്റേഷൻ കൊണ്ട് എല്ലാം അവസാനിച്ചില്ലല്ലോ, കല്യാണത്തിൽ പങ്കെടുക്കാനായി ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും വീട്ടിലേക്ക് വന്നിരുന്നു, എല്ലാവരോടും അച്ഛനല്ലേ മറുപടി പറഞ്ഞത്, അന്ന് മുതൽ ഈ സമയം വരെയും അച്ഛൻ കടയുടെ ഭാഗത്ത് പോലും വന്നിട്ടില്ല, ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതം മൊത്തമായിട്ട് മാറി നിധി. ഇത് കേട്ട് നിധി കരയുമ്പോൾ രാജീവ് പറയുകയാണ് മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത് പറഞ്ഞത്, നീ എന്തെങ്ങനെ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞ് സുധീഷിന്റെ ഒപ്പം പോകുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചില്ല മോളെ, നടന്ന ഒരു കാര്യവും ഈ നിമിഷം വരെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, മോള് കണ്ണു തുടക്കി. സാന്ദ്രപതിയെ നിധിയോട് പറയുന്നു നിധി ഇതാ പറ്റിയ അവസരം, നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറ. സാന്ദ്രയെ നോക്കി തലയാട്ടി നിധി സത്യങ്ങൾ തുറന്നു പറയാനായി തുടങ്ങുമ്പോൾ അരുണിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് അരുൺ സംസാരിക്കുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി അരുണിനെ നോക്കുകയാണ്. അരുൺ ഫോണിലൂടെ ചോദിക്കുന്നു എന്താ സർ ഇതുവരെ എത്തിയില്ലേ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്ക്, ഒരു മിനിറ്റ്. അങ്ങനെ അരുൺ കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു. തുടർന്ന് അരുൺ അവിടേക്ക് വന്നിരിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു ആരായിരുന്നു അരുൺ ഫോണില്, എന്താ നീ ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? അപ്പോൾ അരുൺ പറയുകയാണ് അച്ഛാ സുധീഷിന്റെ കയ്യിൽ കൊടുത്തുവിട്ട പണവും സ്വർണവും ഒന്നും അവിടെ എത്തിയിട്ടില്ല. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും. രാജീവ് ചോദിക്കുന്നു എടാ നീ എന്താ ഈ പറയുന്നത്, സുധീഷ് പോയിട്ട് ഒരുപാട് നേരമായല്ലോ, ഇതുവരെ അത് അവിടെ എത്തിയില്ലേ? അരുൺ പറയുകയാണ് അതെ അച്ഛാ, ഇനിയും സുധീഷ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുക. നിധി ടെൻഷനോട് കൂടി എല്ലാവരെയും നോക്കുമ്പോൾ രാജീവ് പറയുന്നു ടെൻഷൻ ആവണ്ട, വഴിയിലെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാകാം, സുധീഷിനെ ഫോൺ വിളിച്ച് കാര്യം അന്വേഷിക്കുക. ശരി അച്ഛാന്ന് പറഞ്ഞ് അരുൺ ഫോണും എടുത്ത് അവിടെ വന്ന് പോകുമ്പോൾ നിധി ടെൻഷനോട് കൂടി ഇരിക്കുകയാണ്. രാജീവും ഹേമയും നിധിയെ ശ്രദ്ധിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്